രണ്ടാഴ്ചക്കിടെ വന്യമൃഗ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ചും വന്യമൃഗ ശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് LDF, UDF മുന്നണികളും BJPയും ആഹ്വാനം ചെയ്ത ഹർത്താൽ രാവിലെ 6 മണി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ചുരുക്കം ചില സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിരത്തിലിറങ്ങിയിട്ടുള്ളത്. KSRTC രാവിലെ ദീർഘദൂര സർവീസുകൾ നടത്തിയിരുന്നെങ്കിലും പിന്നീട് ഇത് നിർത്തിവെച്ചിരിക്കുകയാണ്. സ്വകാര്യ ബസ്സുകളോ മറ്റ് ടാക്സി വാഹനങ്ങളോ ഒന്നും തന്നെ നിരത്തിൽ ഇറങ്ങിയിട്ടില്ല. ഈ ഒരു പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഹർത്താൽ എന്നതിനാൽ തന്നെ ഹർത്താൽ പൂർണ്ണമായിരിക്കുമെന്നാണ് നമുക്ക് കരുതുന്നത്. അതുപോലെ ഇന്നലെ ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വനസംരക്ഷണ സമിതി ജീവനക്കാരൻ പാക്കം സ്വദേശി പോളിന്റെ മൃതദേഹം 10 മണിയോടുകൂടി പുൽപ്പള്ളിയിൽ എത്തിച്ചേരും. ഇവിടെ വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും അതുപോലെ പോളിന്റെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് സർവകക്ഷിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗവും സംഘടിപ്പിക്കുന്നുണ്ട്. കൊലയാളിയായ ബേലൂർ മക്നിയെ പിടികൂടുന്നതിനുള്ള തെരച്ചിൽ ഇന്ന് 7ാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെ ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ ബേഗൂർ കോളനിക്ക് സമീപത്തെ ബേഗൂർ വനമേഖലയിലാണ്. ഇതിനെ തുടർന്ന് ദൗത്യസംഘം ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യസംഘം ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. പുലർച്ചെ തന്നെ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും 3 മുന്നണികളും ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണമായി ഇപ്പോൾ തുടരുകയാണ്. വിവിധയിടങ്ങളിൽ ഇന്ന് പ്രതിഷേധ യോഗങ്ങളും കലക്ടറേറ്റ് മാർച്ച് ഉൾപ്പെടെയുള്ള മറ്റ് സമരപരിപാടികൾക്കും ഇന്ന് വയനാട് സാക്ഷ്യം വഹിച്ചേക്കും. വയനാട് വിഷൻ വാർത്തകൾക്ക് വേണ്ടി ഷമീർ, മാനന്തവാടി. വയനാട് വിഷൻ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ തത്സമയ ദൃശ്യങ്ങൾ കാണാൻ വയനാട് വിഷൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വയനാട് വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.